ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫ്രെയിം കേസസിൽ സ്വേ ഉണ്ടാകുന്ന ഫ്രെയിമിൽ എങ്ങനെയാണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സ്വേ ഉണ്ടാകുന്നത് ആണല്ലോ. അതായത് കോളംസിൻ്റെ ലെങ്ത് നോക്കിയേ, ഡിഫറൻഷ്യൽ ലെങ്ത്താണ്. അതുമാത്രമല്ല ക്രോസ് സെക്ഷൻസ് നോക്കിയേ, 2i-ഉം i-ഉം ആണ്. ഇനിയിപ്പം ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഈ മെത്തേഡ് കുറച്ചുകൂടെ ലെങ്തിയാണ്. ഓക്കെ, തോന്നുന്നൊന്നുമല്ല, കുറച്ച് ലെങ്തിയാണ്. ഇതിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നോൺ സ്വേ അനാലിസിസ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ സ്വേ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺ സ്വേ അനാലിസിസ് ആണ്. ഓക്കെ, അതായത് കാണിച്ചു തരാം, വെയിറ്റ്. ഇതാണ് നമ്മുടെ ഫ്രെയിം ആണല്ലോ. ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ഇവിടെ ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇതിപ്പോൾ സ്വേ ആയിട്ടുണ്ട് ആണല്ലോ. ഇവിടെ നമ്മൾ ഒരു ലോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് സ്വേ ആവാതിരിക്കാൻ വേണ്ടി, സ്വേ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ എത്രയാണെന്നുള്ളത് നമുക്ക് ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇപ്പോൾ എന്തായി? ഇപ്പോൾ നമ്മുടെ ഫ്രെയിം നോൺ സ്വേ ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം നോൺ സ്വേ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ FEMs ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ AB സ്പാനിലും CD സ്പാനിലും ലോഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ വരും? MFAB ഈക്വൽ ടു MFBA ഓൾസോ ഈക്വൽ ടു CD-യും DC-യും വരും. അത് 0 ആണ്. MFCD ഈക്വൽ ടു MFDC ഈക്വൽ ടു 0. ഇത് ഞാൻ ഒറ്റ സ്റ്റെപ്പിലാണ് എഴുതിയത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ലോഡ് ഉള്ളത് BC സ്പാനിൽ മാത്രമേ ഉള്ളൂ. അതിന് FEM നമുക്ക് കണ്ടുപിടിക്കാം. MFBC എന്ന് പറയുന്നത് എന്താണ്? -WL²/12 which is equal to -30 × 6²/12. ഓക്കെ, ഇത് നമുക്ക് -90 kN കിട്ടും. ഓക്കെ, സിമിലർലി MFCB എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ +90 kN. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടാബുലേറ്റ് എല്ലാം ചെയ്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ മെമ്പർ BA നോക്കിയാൽ, ഇപ്പോൾ മെമ്പർ BA നോക്കിയാൽ അതിൻ്റെ സ്റ്റിഫ്നെസ് ഫോമുല എന്താണ്? BA നോക്കുമ്പം കണ്ടീഷൻ ഇവിടെ ഫിക്സ്ഡ് എൻഡാണ്. അപ്പോൾ എന്താണ് വരുന്നത്? 4EI/L. അപ്പോൾ 4EI/L വിച്ച് ഈസ് ഈക്വൽ ടു 4E. I എന്ന് പറയുന്നത് 2i ആണ്. 2i ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നത് 6. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1.33 EI. ഓക്കെ, സിമിലർലി BC-ക്കും. BC ആകുമ്പോഴത്തേക്ക് എന്താണ്? BC ആകുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വീണ്ടും ഇവിടെ 4EI/L. ഓക്കെ, വീണ്ടും നമുക്ക് 1.33 EI ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് CB വരുമ്പോഴും അതുപോലെ തന്നെയാണ്, 4EI/L. ഓക്കെ, ഇവിടെ നമുക്ക് 1.33 EI ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് CD വരുമ്പോഴത്തേക്ക് ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ് ഓർ ഹിൻസ്ഡ് ആണ്. അപ്പോൾ ഈ കേസിൽ എന്താണ് ഫിക്സ്ഡ് ഫോമുല, സ്റ്റിഫ്നെസ് ഫോമുല വരുന്നത്? 3EI/L. അത് നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സമ്മേഷൻ കെ, ഇത് പ്ലസ് ഇത് എത്രയാണ്? 2.66 EI. ഇവിടെ നമുക്ക് 2.33 EI. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 0.5, ഇവിടെ 0.57, ഇവിടെ 0.43 കിട്ടും.
അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഒന്ന് ഓർക്കുക, നമ്മൾ എന്തിൻ്റെ അനാലിസിസ് ആണ്? നോൺ സ്വേ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഓക്കെ, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ വരച്ചു. ഓക്കെ, അതിൽ ജോയിൻറ്റ്സ് എല്ലാം നെയിം ചെയ്തു, മെമ്പേഴ്സ്, DF, FEMs എല്ലാ മെമ്പേഴ്സും എഴുതി. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ജോയിൻറ്റ്സിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ BA, BC, CB, CD നമ്മൾ എഴുതി. പിന്നെ FEMs, ഇവിടെ ABക്കും BAക്കും പിന്നെ CDക്കും DCക്കും 0 ആയിരുന്നു. പിന്നെ BCയുടേത് CBയുടെയും വാല്യൂസ് നമ്മൾ എഴുതി. ഓക്കെ, പിന്നെ അതായത് ഈ ഫ്രെയിമിൽ ഇത് എന്താണ് സപ്പോർട്ട്? സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മൊമെൻറ്റ് 0 ചെയ്യണം ആണല്ലോ. ഇവിടെ നമുക്ക് മൊമെൻറ്റ് ഒന്നുമില്ല, 0 ആണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് 0 ആക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി 0 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ മെമ്പറിൽ ഒന്നും ചെയ്യാനില്ല, ഇവിടേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങോട്ട് ക്യാരി ഓവറും ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, ഇവിടെ ഈ കോളമിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, ഇവിടെ 0 ഓൾറെഡി ആയതുകൊണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ചെയ്യാം. ബാലൻസ്, അതായത് 0 + 90, അതായത് ഇവിടെ മൈനസ് ആയിരുന്നു -90. അപ്പോൾ നമ്മുടെ അൺബാലൻസ്ഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. +90 × 0.5 × 0.5 ചെയ്യുമ്പോൾ എത്രയാണ് അതിവിടെ നോട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 45 കിട്ടും, 45 കിട്ടും. ഓക്കെ, സിമിലർലി ഇവിടെ -90 ആയിരിക്കും അൺബാലൻസ്ഡ് മൊമെൻറ്റ്. × 0.57 0.43 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ -51.3 -38.7 കിട്ടും. ഓക്കെ, ഇതേപോലെ നെക്സ്റ്റ് ക്യാരി ഓവർ, വീണ്ടും ബാലൻസ്, അങ്ങനെ ടിൽ നിയറസ്റ്റ് 0 കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ചെയ്യാൻ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഞാനത് സ്റ്റെപ്സ് ചെയ്തത് കാണിക്കാം. ഓക്കെ, ഇത് ഞാൻ ചെയ്തതാണ്. ഇതേപോലെ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്നത് അതേപോലെ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഫൈനൽ മൊമെൻറ്റ്സ് എല്ലാം കിട്ടി. മൊമെൻറ്റ് അറ്റ് AB എന്ന് പറയുന്നത് 31.11 ആയിരുന്നു കിട്ടിയത്. അതേപോലെ BAയിൽ 62.26, BCയിൽ -62.26, CBയിൽ 52.07, CDയിൽ -52.07, പിന്നെ DCയിൽ 0. അപ്പോൾ നമുക്ക് എല്ലാ മൊമെൻറ്റ്സും കിട്ടി. ഇനി നെക്സ്റ്റാണ് നമ്മൾ ഈ ലോഡ്, ഈ എസ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കോളമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കൺസിഡറിങ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് കോളംസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കോളംസ് ഇവിടെ ഉള്ളത്? ഒന്ന് BA ഉണ്ട്, CD ഉണ്ട്. ഓക്കെ, അപ്പോൾ BAയുടെ ആദ്യം നമുക്ക് വരയ്ക്കാം. BA, ഇത് B, ഇത് A, ഇത് 6 മീറ്റർ 2y. ഓക്കെ, AB നമുക്ക് എത്ര മൊമെൻറ്റ് കിട്ടിയത്? ABക്ക് 31.11, അത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ 31.11. അതേപോലെ BA എന്ന് പറയുന്നത് അതും ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അത് ഇവിടെ 62.26. ഓക്കെ, 62.26. പിന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, HA. ഇവിടെ നമ്മൾ എന്താണ് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആസ് വെൽ ആസ് മൊമെൻറ്റ്സ് ആർ കൺസിഡേർഡ് പോസിറ്റീവ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെ നമ്മളൊരു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലും ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? വരുന്ന ഫ്രെയിം പ്രോബ്ലംസിലാണ് നമ്മൾ ഇങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാംസ് ഓഫ് ദ കോളംസ് എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻറ്റ് അറ്റ് B പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബിയിലാവുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മൊമെൻറ്റ്സ് ഉള്ളത് അത് എഴുതി. ഇതെല്ലാം ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവാണ്. 62.26. പിന്നെ ഈ മൊമെൻറ്റ് അതും പോസിറ്റീവാണ്, +31.11. ഓക്കെ, പിന്നെ HA പറയുന്നത് ഈ പോയിൻറ്റ് ബിയിലെത്തുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ -HA ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 6 = 0. അപ്പോൾ നമുക്ക് HA എന്ന് പറയുന്നത് 15.56 kN കിട്ടും. ഓക്കെ, ഇനി സിമിലർലി നമ്മൾ CD, ഓക്കെ, CDയും കൺസിഡർ ചെയ്യുക. ഇത് C, ഇത് D. ഇവിടെ CD എന്ന് പറയുന്നത്
-52.07 ആണ് സി ഡിയിൽ നിന്ന്. അപ്പോൾ മൈനസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓക്കെ 52.07. പിന്നെ ഡി സി എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ ഇവിടെ മൊമെൻറ്റ് കാണത്തില്ല. അതേപോലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ഡിയും കാണും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ. അപ്പോൾ ഇവിടെ മൊമെൻ്റ് ആയിട്ട് സി നോക്കുക. അപ്പോൾ -52.07 ഇതിങ്ങോട്ട് എടുത്തുമ്പോൾ മൈനസ് ആണ്, മൈനസ് എച്ച് ഡി ഇൻറ്റു 3 = 0. അപ്പോൾ നമുക്ക് എച്ച് ഡിയുടെ വാല്യൂ എച്ച് ഡി -17.36 kN. അതായത് ഈ ഡയറക്ഷനിലാണ് ഉദ്ദേശിക്കുന്നത്, മൈനസ് ആണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഡയറക്ഷൻ നമ്മൾ ഈ ഡയറക്ഷൻസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുകയാണ്. അതായത് ഈ സൈഡിലോട്ടാണെന്നുള്ളത്, അതായത് പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓക്കെ, കറക്റ്റാണ് നമുക്ക് കിട്ടിയ എച്ച് പോസിറ്റീവ് വാല്യൂ. ഈ ഡയറക്ഷൻ നമ്മൾ കൊടുത്തിരുന്ന കറക്റ്റാണ്. പക്ഷേ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ അതായത് ഇവിടെ അല്ല, ഇങ്ങനെയാണ് വരേണ്ടത്. അത് നമ്മളിപ്പം ബോധരാവേണ്ട കാര്യമില്ല. നമ്മളിപ്പം എച്ച് എയും എച്ച് ഡിയും എന്താണെന്നുള്ളത് കാണിച്ചാൽ മതി. എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ഡയറക്ഷൻ നമുക്കിവിടെ ഒരു ബ്രാക്കറ്റിൽ കാണിച്ചാലും മതി. ഓക്കെ, ഇനിയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് നമ്മൾ സമ്മേഷൻ ചെയ്തിട്ട് നമ്മുടെ വാല്യൂ എസ് ഫൈൻഡ് ഔട്ട് ആക്കുന്നത്. അതായത് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഫ്രെയിം. നമ്മളിപ്പോൾ ഈ ഡയറക്ഷനിലാണ് എസ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇപ്പം സ്വേ ഇങ്ങനെ ആയാലും, ഇപ്പം സ്വേ ഇങ്ങനെയാണെങ്കിലും അതോ ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ ഒരു ഫോഴ്സ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്താണ് നോൺ സ്വേ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ എച്ച് ഡി ഉണ്ട്. എച്ച് ഡി മൈനസ് ആയിരുന്നു കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ ഈ ഡയറക്ഷനിൽ കൊടുക്കുക. അതേപോലെ ഇത് എച്ച് ഇ. ഓക്കെ, ഇനി സമ്മേഷൻ ഓഫ് എഫക്ട്സ് =0. എല്ലാം ഹൊറിസോണ്ടൽ ഫോഴ്സസ് സമ്മേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? എച്ച് എ ഉണ്ട് ക്ലോക്ക് വൈസ്, മൈനസ് എച്ച് ഡി മൈനസ് എസ് =0. ഓക്കെ, അപ്പോൾ ഇവിടെ എച്ച് എ നമുക്ക് എത്രയാണ് കിട്ടിയത്? എച്ച് എ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ 15.56. പിന്നെ എച്ച് ഡി എന്ന് പറയുന്നത് -17.36. അതായത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ ഡയറക്ഷനിൽ രണ്ടും ഈ ഡയറക്ഷനിൽ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. പക്ഷേ എച്ച് ഡി ഇടുമ്പോൾ ഇവിടെ മൈനസ് ഇട്ടാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഈ ഡയറക്ഷൻ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് എച്ച് ഡി എഴുതിയത്. അപ്പോൾ എച്ച് എ എന്ന് പറയുന്നത് എത്രയാണ്? 15.56. എച്ച് ഡി എന്ന് പറയുന്നത് 17.36 മൈനസ് എസ് =0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എസ് എന്ന് പറയുന്നത് -1.8 kN കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്ര ലോഡാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നോൺ സ്വേ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്വേ അനാലിസിസ്. ഇനി നമ്മൾ എന്താണ് ഈ ഫ്രെയിം സ്വേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഇനി അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇപ്പം ഇതാണല്ലോ നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത്. ഇതാണല്ലോ സ്വേ ഉണ്ടായാൽ എങ്ങനെയാണ് ഫ്രെയിം ഡിഫ്ലക്റ്റ് ആവുന്നത്? ഇതുപോലെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഈ സ്വേ ആവാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് എന്തായാലും ഉണ്ടാവും. ആ ലോഡ് കാരണമാണല്ലോ ഈ സ്വേ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ എസ് ഡാഷ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ എസ് ഡാഷ് എത്രയാണെന്നാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഫൈൻഡിങ് FEMs. ഓക്കെ, ഡെൽറ്റ വരുന്ന കേസസിൽ, അതായത് ഇങ്ങനെ സ്വേ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റൻസ് കിട്ടുമല്ലോ, ഈ ഡെൽറ്റ. അപ്പോൾ ഈ ഡെൽറ്റ വരുന്ന കേസസിൽ FEMൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഫോർമുല എന്താണ് വരുന്നത്? 6EI Δ/L² ആണല്ലോ. ഓർക്കുന്നുണ്ടോ? ഇത് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലെഫ്റ്റോ റൈറ്റോ സപ്പോർട്ട് സിങ്കിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ FEMൻ്റെ ടേം വിത്ത് റെസ്പെക്ട് ടു ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ആണല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് ഇത് A, ഇത് B, ഇത് C, ഇത് D ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം ലെറ്റ് MF1 ആൻഡ് MF2
2 are the FEMs in the members AB and CD. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുന്നത്. അതായത് MF1 എന്ന് പറയുന്നത് എന്താണ്? MF1 എന്ന് പറയുന്നത് MF AB ഓൾസോ MF BA ആണ്. ഇത് നമ്മൾ ഒരു സിംഗിൾ ടേം ആയിട്ട് എടുക്കുകയാണ്, അത്രേ ഉള്ളൂ. അതായത് സിംപ്ലിഫിക്കേഷൻ ഇത്തിരി ഈസി ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ MF2 എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ബിയും BC നമ്മൾ എടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല. ഇവിടെ സ്വേ ഉണ്ടാകുന്നത് ഈ കോളംസിനാണ്. അതുകൊണ്ടാണ് നമ്മൾ കോളംസ് മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ MF2 എന്ന് പറയുന്നത് MF CD ആൻഡ് MF DC ആണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് FEM കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ MF1 ഡിവൈഡഡ് ബൈ MF2 ചെയ്യുക. MF1ൻ്റെ ഫോർമുല എന്താണ്? ഇവിടെ ഇപ്പം നമ്മൾ A എടുക്കുകയാണെങ്കിൽ, ഈ കോളം എടുക്കുകയാണെങ്കിൽ, AB എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ലെഫ്റ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് സപ്പോർട്ട് വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് അറിയാലോ. അപ്പോൾ -6EI ഡെൽറ്റ ബൈ L² ആണ് MF1 എന്ന് പറയുന്നത്. അതേപോലെ MF2 എന്ന് പറയുന്നതും -6 ഇത് ഡിവൈഡ് ചെയ്യുക, -6EI ഡെൽറ്റ ബൈ L². ഓക്കെ ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു -6EI എന്ന് പറയുന്നത്. ഇവിടെ I എത്രയാണ്? ഇവിടെ I 2I ആണ്. അതേപോലെ 6 മീറ്ററാണ്. ഇവിടെ 3 മീറ്ററും പിന്നെ ഓൺലി I. അപ്പോൾ ഇവിടെ 2I ഇൻറ്റു 2I ഡെൽറ്റ ബൈ 6² ഡിവൈഡഡ് ബൈ -6EI ഡെൽറ്റ ബൈ 3². ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. ഈ 1/2 എന്ന് പറയുന്നത് ഇതിൽ 1 ആണ് നമ്മുടെ MF1 എന്ന് പറയുന്നത്, പിന്നെ MF2 എന്ന് പറയുന്നതാണ് നമ്മുടെ 2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് MF AB വിച്ച് ഈസ് ഈക്വൽ ടു MF BA എന്ന് പറയുന്നതാണ് 1. ഓക്കെ, അതേപോലെ MF CD വിച്ച് ഈസ് ഈക്വൽ ടു MF DC വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് അർത്ഥം. അപ്പം നമുക്ക് എല്ലാ മെമ്പേഴ്സിൻ്റെയും FEM നമുക്ക് കിട്ടി. MF AB എന്ന് പറയുന്നത് 1, അതേപോലെ BA എന്ന് പറയുന്നത് 1, അതേപോലെ MF CD 2, MF DC 2. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അത് ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. ഇനി മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരച്ചു. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി FEMs എന്ന് പറയുന്നത് ABക്ക് 1, BAക്ക് 1, BCയിൽ 0, CBയിൽ 0, CDയിൽ 2, DCയിൽ 2. ഓക്കെ, DC എന്ന് പറയുന്നത് എന്താണ്? D സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ബെൻഡിങ് മൊമെൻറ്റ് 0 ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മൊമെൻറ്റ് ഉണ്ട് 2. അപ്പോൾ 0 ചെയ്യണമെങ്കിൽ ഇത് -2 ആക്കുക. ഓക്കെ, -2 ആക്കിയപ്പോൾ നമുക്ക് 0 ആയി. ഇനി ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുക. അപ്പോൾ -1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടോട്ടൽ മൊമെൻറ്റ്സ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ മൊമെൻറ്റ്സ് ഇവിടെ 1 തന്നെയാണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ എന്താ ആവും 1, ഇവിടെ വീണ്ടും 0. ഇനി ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, ഇവിടേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇതെല്ലാം ബാക്കി ചെയ്യുന്നത് പോലെ തന്നെ ബാലൻസും ക്യാരി ഓവറും ചെയ്യാം. അപ്പോൾ ബാലൻസും ക്യാരി ഓവർ ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ മൊമെൻറ്റ്സ് കിട്ടിയതെന്ന് വെച്ചാൽ ABയിൽ 0.82, BAയിൽ 0.61, BCയിൽ -0.61, CBയിൽ -0.65 ആൻഡ് CDയിൽ 0.65. ഓക്കെ, DCയിൽ 0. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് S' കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക. 2 കോളംസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ BAയുടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ
ഇവിടുത്തെ മൊമെൻറ്റ് എ ബിയുടെ മൊമെൻറ്റ് എത്ര നമുക്ക് കിട്ടിയത് 0.82. അപ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ 0.82. അതേപോലെ ഇവിടെയും 0.61. ഇത് 6 മീറ്ററാണ്. പിന്നെ ഇവിടെ HA' ഉണ്ട്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് അറ്റ് C ഈക്വൽ ടു B ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.61 പ്ലസ് 0.82 മൈനസ് HA' ഇൻറ്റു 6 ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് HA' എന്ന് പറയുന്നത് 0.238 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് CD കൺസിഡർ ചെയ്യുക. CDക്ക് എന്താണ് നമുക്ക് കിട്ടിയത് 0.65, അതും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 0.65. പിന്നെ DC 0 ആണ്, അതേപോലെ HD' ഉണ്ട്. ഓക്കെ, ഇവിടെ 3 മീറ്റർ. ഇവിടെ മൊമെൻറ്റ് അറ്റ് C ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെയും 0.65 മൈനസ് ഓഫ് HD' ഇൻറ്റു 3 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് HD' എന്ന് പറയുന്നത് 0.217 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇനി എന്താണ്, ഇനി എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇക്വേറ്റ് ചെയ്യുക. സമ്മേഷൻ ഓഫ് Fx ഈക്വൽ ടു 0, അതായത് HA' ഞാനിവിടെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ഡയറക്ഷൻ കൺസിഡർ ചെയ്യാം. HA' പ്ലസ് HD', പിന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, അതുകൊണ്ട് ഇവിടെ ഞാൻ പ്ലസ് തന്നെ എടുക്കാം. ഓക്കെ, പ്ലസ് S' ഈക്വൽ ടു 0. അപ്പോൾ HA' എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത് 0.238 പ്ലസ് HD' എന്ന് പറയുന്നത് 0.217. ഇവിടെ നമുക്ക് കറക്റ്റ് പൊസിഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഡയറക്ഷനാണ് നമുക്ക് ആൻസർ കിട്ടിയതും ഈ പൊസിഷൻ തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, സൈൻ ഒന്നും ചേഞ്ച് ആവത്തില്ല. പ്ലസ് H' ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് S' എന്ന് പറയുന്നത് മൈനസ് 0.455 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ നോൺ സ്വേ അനാലിസിസും സ്വേ അനാലിസിസിൻ്റെയും കോമ്പിനേഷനാണ് ഈ ഫൈനൽ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് സ്വേ കറക്ഷൻ ഫാക്ടർ വേണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്വേ കറക്ഷൻ ഫാക്ടർ. സ്വേ കറക്ഷൻ ഫാക്ടർ നമുക്കൊരു ലെറ്ററിൽ ഡിനോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ C ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, C ഈസ് ഈക്വൽ ടു S/S' ആണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ. S എന്ന് പറയുന്നത് എന്താണ്, നോൺ സ്വേ അനാലിസിസിൽ നിന്ന് കണ്ടുപിടിച്ച ലോഡ്, അതേപോലെ S' എന്ന് പറയുന്നത് സ്വേ അനാലിസിസിൽ കണ്ടുപിടിച്ചത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു S എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത് -1.8. S' നമുക്ക് കിട്ടിയത് -0.455 കിലോ ന്യൂട്ടൺ. അപ്പോൾ -1.8 ഡിവൈഡഡ് ബൈ -0.455 വിച്ച് ഈസ് ഈക്വൽ ടു 3.96 കിലോ ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സ്വേ കറക്ഷൻ ഫാക്ടർ. ഇനി ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് ഈ കറക്ഷൻ ഫാക്ടർ C ഇൻറ്റു സ്വേ മൊമെൻറ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഫൈനൽ മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ MAB എന്ന് പറയുന്നത് എന്താണ്, നോൺ സ്വേ മൊമെൻറ്റ്. MABയുടെ നോൺ സ്വേ മൊമെൻറ്റ് എന്താണ് ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ചത് 31.11. അപ്പോൾ 31.11 പ്ലസ് C എത്രയാണ് നമുക്ക് കിട്ടിയത് 3.96 ഇൻറ്റു സ്വേ മൊമെൻറ്റ്. സ്വേ മൊമെൻറ്റ് നമുക്ക് എത്ര കിട്ടിയത്, ABക്കുള്ള സ്വേ മൊമെൻറ്റ് 0.82. അത് ഇൻറ്റു ചെയ്യുക 0.82. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 34.35 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് നമ്മുടെ MABയിലുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇതേ കണക്ക് MBA, MBC, MCB, MCD
പിന്നെ എം ഡി സി 0 ആണ്. ഇതേ കണക്ക് ബാക്കിയുള്ളതും എല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, ഇതേ കണക്ക്. അപ്പോൾ MBA എന്ന് പറയുന്നത് 64.68 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നത്. ഇവിടെ -64.68 കിലോന്യൂട്ടൺ മീറ്റർ, 49.49 കിലോന്യൂട്ടൺ മീറ്റർ, -49.49 കിലോന്യൂട്ടൺ മീറ്റർ. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രോയിങ് BMD. ഇങ്ങനെയാണ് ഫ്രെയിംസ് വിത്ത് സ്വേ അനാലിസിസ് ചെയ്യുന്നത്.